ദിവസങ്ങളിലായി നടക്കുന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് തിരുവനന്തപുരത്ത് തുടക്കമാവുകയാണ്. സംഘടനാ വിഷയങ്ങൾക്ക് പുറമെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിനുണ്ടായ തോൽവിയും ചർച്ചയാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് അജണ്ടയിൽ ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. AK സ്റ്റെഫൻ വിവരങ്ങളുമായി നമുക്കിപ്പം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. സ്റ്റെഫൻ, ഇന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി MA ബേബി ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വിശദമായി പറയുന്നുണ്ട്, പിണറായി തന്നെയായിരിക്കും നയിക്കുക. ശബരിമല തിരിച്ചടിയായിട്ടുണ്ട്, അത് തിരുത്തി മുന്നോട്ട് പോയാൽ വിജയം ഉറപ്പാണ്, 3.0 ഉറപ്പാണെന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞതുണ്ട്. അപ്പോൾ ഇനി എങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടണം, ആ കാര്യങ്ങളൊക്കെ ആയിരിക്കില്ലേ പ്രധാനമായും ചർച്ചയാവുക? തീർച്ചയായിട്ടും അറിയ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളാണ് ഇന്ന് നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പ്രധാന അജണ്ടയായിട്ടുള്ളത്. അതുതന്നെയാണ് ഇന്ന് ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യതയും. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്, തിരുവനന്തപുരത്ത് ഈ അടുത്ത കാലത്ത് കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നിട്ടില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിനുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തടുത്താണ് നടക്കുന്നത്. അവിടങ്ങളിലെല്ലാം സ്വീകരിക്കേണ്ട പാർട്ടിയുടെ ഒരു നിലപാട് അല്ലെങ്കിൽ തുടർന്നുള്ള സമീപനങ്ങൾ എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചായിരിക്കും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. കേരളത്തെ സംബന്ധിച്ച് മാത്രമാണ് വലിയൊരു പ്രതീക്ഷ ഈ CPM വയ്ക്കുന്നത്. കാരണം ഭരണമുള്ള ഏക സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ഈ സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയാകും. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ CPMന്റെ LDFന്റെ തിരിച്ചടിയും ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. 3 ദിവസങ്ങളിലായിട്ടാണ് ഈ ചർച്ചകളെല്ലാം തന്നെ നടക്കുക. മുഖ്യമന്ത്രി തന്നെ ഈ യോഗത്തിന് അല്പം മുമ്പ് എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടുകൂടി യോഗം തുടങ്ങിക്കഴിഞ്ഞു. കേന്ദ്ര നേതാക്കൾ എല്ലാം തന്നെ എത്തി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രധാനമായും നിയമസഭാ തെരഞ്ഞെടുപ്പിന് എങ്ങനെ ഒരുങ്ങണം, എന്ത് സ്ട്രാറ്റജി ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തിലായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ സ്ഥിതി പൊതുവിൽ എടുത്തുകൊണ്ടായിരിക്കും ഈ ഒരു സമീപനത്തിലേക്കെല്ലാം CPM നീങ്ങുക. ശരി, AK സ്റ്റെഫനാണ് വിവരങ്ങൾ നൽകിയത്.